സംസ്ഥാനത്തിന്റെ ധനനയത്തിലും ലഹരി വിരുദ്ധ പ്രതിരോധത്തിലും നിർണായക വഴിത്തിരിവാകാൻ പോകുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ വിൽപ്പന നികുതി നിരക്കുകൾ നിശ്ചയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് പ്രസംഗത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിലുള്ള അബ്കാരി നിയമത്തിലെ ഭേദഗതികൾക്ക് അനുസൃതമായി കൊണ്ടുവന്ന ഈ നികുതി പരിഷ്കാരങ്ങൾ സംസ്ഥാനത്തിന്റെ മദ്യനയത്തിലും റവന്യൂ വരുമാനത്തിലും വലിയ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. ഈ പുതിയ നയപരമായ തീരുമാനത്തിന്റെ കാതൽ പരിശോധിച്ച ലോ ആൽക്കഹോളിക് ബിവറേജ് വിഭാഗത്തിൽ വ്യക്തമായ തരംതിരിവ് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചതായി കാണാം. ബിയറും വൈനും ഒഴിവാക്കി 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള മദ്യ ഉൽപ്പന്നങ്ങളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നികുതി ഘടനയനുസരിച്ച് 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 120%വും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175%വുമായിരിക്കും വിൽപ്പന നികുതി നിരക്ക്. നിയമപരമായ വ്യക്തത ഉറപ്പുവരുത്തുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഭരണപരമായ തലത്തിലും പൊതുജനാരോഗ്യ രംഗത്തും ഈ നയവ്യതിയാനം വലിയ സ്വാധീനം ചെലുത്തും. ഉയർന്ന വീര്യമുള്ള മദ്യ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ വീര്യം കുറഞ്ഞ ബിവറേജുകളിലേക്ക് ആകർഷിക്കുക എന്ന തന്ത്രപരമായ സമീപനമാണ് ഇതിലൂടെ സർക്കാർ സ്വീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വലിയൊരു വെല്ലുവിളിയായ പുതിയ തലമുറ സിന്തറ്റിക് ലഹരി വസ്തുക്കളെ പ്രതിരോധിക്കാൻ എല്ലാ എക്സൈസ് ഓഫീസുകളിലും അത്യാധുനിക ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാകുമെന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി വ്യാപിക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. വെറുമൊരു നികുതി വർധവിനപ്പുറം കൃത്യമായ നിയമനിർമ്മാണ ഉദ്ദേശത്തോടെയുള്ള ഒരു ഭരണപരമായ നീക്കമാണിത്. ലഹരി കുറഞ്ഞ മദ്യത്തിന്റെ വിപണിയെ നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വ്യാപനം തടയാൻ എക്സൈസ് സംവിധാനത്തെ ആധുനികവൽക്കരിക്കുകയാണ് ഇവിടെ സർക്കാർ ചെയ്യുന്നത്. കേവല രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം ഇത്തരം നയപരമായ തീരുമാനങ്ങൾ കൃത്യമായ ജനകീയ ഓഡിറ്റിംഗ് വിധേയമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ജനാധിപത്യപരമായ സുതാര്യതയും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും പൂർണ്ണമായ തോതിൽ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക സുരക്ഷിതത്വത്തെയും നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വലിയ നയപരമായ മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകുക എന്നത് ഓരോ ഉത്തരവാദിത്വമുള്ള പൗരന്റെയും കടമയാണ്. സർക്കാരിന്റെ ഈ പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങളെയും ലഹരി വിരുദ്ധ പ്രതിരോധ പരിപാടികളെയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങളും വിശകലനങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ജനാധിപത്യ ചർച്ചകൾക്കായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുക.